പ്രതീക്ഷ എന്ന വാക്ക് ഇപ്പോൾ എന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ പണ്ടത്തെ പോലെ ഒരു ശുഭാപ്തി വിശ്വാസിയല്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അതിന് കാരണം. 5 വർഷമാകുന്നു, ഒരു പതിറ്റാണ്ടിൻ്റെ പകുതി. ഒരാൾക്ക് തൻ്റെ PhD പൂർത്തിയാക്കി ജോലി നേടാവുന്ന അത്ര സമയം, ഒരാൾക്ക് പ്രണയിക്കാനും വിവാഹം കഴിക്കാനും ഒരു കുടുംബമുണ്ടാക്കുവാനുമുള്ള അത്ര സമയം, ഗാസയിൽ നടക്കുന്ന വംശഹത്യയെ ലോകത്തിന് നോർമലൈസ് ചെയ്യാൻ വേണ്ടത്ര സമയം. പക്ഷേ ഞങ്ങളെ മോചിപ്പിക്കാനുള്ള സമയമായോ? 37-കാരനായ ഒരു രാഷ്ട്രീയ തടവുകാരൻ തൻ്റെ ജയിൽ ജീവിതം 5 വർഷം പൂർത്തിയായ സമയത്തെഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. 33-ാം വയസ്സിൽ UAPA ചുമത്തപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട ആക്ടിവിസ്റ്റ്. ആരാണ് ഉമർ ഖാലിദ്? പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ പ്രക്ഷോഭങ്ങളുടെ അനന്തരഫലമായി ഭരണകൂട വേട്ടക്കിരയാവുകയും ഒടുവിൽ ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്ത സ്റ്റുഡന്റ് ആക്ടിവിസ്റ്റ്. ഒറ്റവാചകത്തിൽ ഉമർ ഖാലിദ് ആരെന്ന് ഇങ്ങനെ പറയാം. 1987 ഓഗസ്റ്റ് 11 ഡൽഹിയിലെ ജാമിയ നഗറിൽ ജനിച്ച ഉമർ ഖാലിദ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദവും JNUവിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും MPhilഉം പൂർത്തിയാക്കി. 2018 JNUവിൽ നിന്ന് PhDയും പൂർത്തിയാക്കി. പ്രാക്ടീസിംഗ് മുസ്ലിം അല്ലാത്ത ഒരു ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റായാണ് ഖാലിദ് തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. 2016 ഒക്ടോബറിൽ ABP പ്രവർത്തകരായ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിന് പിന്നാലെ JNU ഹോസ്റ്റലിൽ നിന്ന് കാണാതായ നജീബ് അഹമ്മദ് എന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി സമരത്തിനിറങ്ങിയവരിൽ മുൻനിരയിലുണ്ടായിരുന്നു ഉമർ ഖാലിദ്. JNUവിൽ പഠിക്കവേ വിവിധ വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിന് സസ്പെൻഷൻ, പിഴ, PhD തീസിസ് സമർപ്പിക്കാനുള്ള അനുമതി നിഷേധിക്കൽ, ഇങ്ങനെ പല പ്രതികാര നടപടികളും യൂണിവേഴ്സിറ്റി ഉമർ ഖാലിദിനെതിരെ എടുത്തു. ഡൽഹി പോലീസ് ഖാലിദിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതും JNU പഠനകാലത്തായിരുന്നു. 2018 ഭീമ കൊറേഗാവ് വാർഷികത്തിന്റെ ഭാഗമായുള്ള എൽഗർ പരിഷത്ത് റാലിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിലും ഖാലിദിനെതിരെ പോലീസ് കേസെടുത്തു. വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്ന രീതിയിൽ പ്രസംഗിച്ചു എന്നതായിരുന്നു ചുമത്തപ്പെട്ട കുറ്റം. ഇതിനിടെ 2018 ഓഗസ്റ്റിൽ ഒരു വധശ്രമവും ഉമർ ഖാലിദിന് നേരെയുണ്ടായി. CAA വിരുദ്ധ സമരങ്ങളുടെ തുടർച്ചയായി ഉണ്ടായ ഡൽഹി കലാപത്തിന്റെ കാരണക്കാരിൽ ഒരാൾ എന്നാരോപിച്ച് 2020 സെപ്റ്റംബർ 14 ഖാലിദിനെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്യുന്നത്. 10 ദിവസങ്ങൾക്കിപ്പുറം സെപ്റ്റംബർ 24 അദ്ദേഹത്തെ 1 മാസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഒക്ടോബർ 28 ഖാലിദിനെ വിചാരണ ചെയ്യാൻ ഡൽഹി സർക്കാർ അനുമതി നൽകി. 2020 നവംബർ 22 ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനുമെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കൈവിലങ്ങ് അണിയിക്കേണ്ട ആവശ്യമില്ലെന്ന കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും ഡൽഹി പോലീസ് ഉമർ ഖാലിദിനെ വിലങ്ങണിയിച്ചായിരുന്നു കോടതിയിൽ ഹാജരാക്കിയത്. സഞ്ജീവ് ഭട്ടിന്റെയും സ്റ്റാൻ സ്വാമിയുടെയും എല്ലാം കേസിൽ സംഭവിച്ചതിന് സമാനമായിരുന്നു ഉമർ ഖാലിദിന്റെയും ജയിൽ ജീവിതം. അദ്ദേഹം സമർപ്പിച്ച ജാമ്യ ഹർജികൾ തുടർച്ചയായി മാറ്റിവെക്കപ്പെട്ടു, ജാമ്യം നിരസിക്കപ്പെട്ടു. ഒടുവിൽ 2 വർഷങ്ങൾക്കിപ്പുറം 2022 ഡിസംബറിൽ ഖാലിദിന് കോടതി ഇടക്കാല ജാമ്യം നൽകി. അതും വെറും 7 ദിവസത്തേക്ക്, സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. വീണ്ടും ജയിൽവാസം, വീണ്ടും തുടരെ ജാമ്യ ഹർജികൾ, വീണ്ടും മാറ്റിവെക്കൽ, ഹർജി തള്ളൽ, കോടതിയുടെ ജാമ്യം നിരസിക്കൽ, ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ 2024 ഫെബ്രുവരി 14 ഉമർ ഖാലിദ് തന്റെ ജാമ്യ ഹർജി പിൻവലിച്ചു. ഇന്ന് തീഹാർ ജയിലിലെ അതീവ സുരക്ഷാ സെല്ലിൽ കഴിയുന്ന ഉമർ ഖാലിദ് 5 വർഷങ്ങൾക്കിപ്പുറവും ജാമ്യമോ വിചാരണയോ ഇല്ലാതെ തടവറയിൽ തുടരുകയാണ്. എങ്ങനെയാണ് ഉമർ ഖാലിദ് ഭരണകൂടത്തിന്റെ ശത്രുവായി മാറിയത്? 2019 അവസാനത്തോടെയാണ് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കുന്നത്. തീർത്തും വർഗീയവും ന്യൂനപക്ഷങ്ങളുടെ മാനുഷിക പൗരാവകാശങ്ങൾ ലംഘിക്കുന്നതുമായ CAA അഥവാ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെതിരായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ് ഉമർ ഖാലിദ് ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി മാറാൻ കാരണം. CAAയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും അതിനെതിരെ തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായ അക്രമങ്ങളുമൊക്കെയായി 2019 അവസാനവും 2020 ആദ്യ മാസങ്ങളും രാജ്യതലസ്ഥാനം ഏറെക്കുറെ സമരകലുഷിതമായിരുന്നു എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ 2020 ഫെബ്രുവരി 23-നും 29-നും ഇടയിൽ CAA വിരുദ്ധ സമരക്കാർക്ക് നേരെ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ഹിന്ദുത്വ സംഘടനകൾ അക്രമം അഴിച്ചുവിട്ടു. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെയും ആക്ടിവിസ്റ്റുകളെയും ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണങ്ങളുണ്ടായി. 53 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. ഇതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു. ഈ ഡൽഹി കലാപത്തിൽ പക്ഷേ പോലീസ് പ്രധാനമായും കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും ഉമർ ഖാലിദ് അടക്കമുള്ള ആക്ടിവിസ്റ്റുകളെ ആയിരുന്നു. CAAക്കെതിരെ സമാധാനപരമായി സമരം നയിച്ചിരുന്നവരാണ് ഇവർ. ഇക്കൂട്ടത്തിൽ ഷിഫാഉർ റഹ്മാൻ, ഷർജീൽ ഇമാം, നട്ടാഷ നർവാൽ, മീരാൻ ഹൈദർ, ഖാലിദ് സൈഫി, ഇഷ്റത് ജഹാൻ, ഗുൽഫിഷ ഫാത്തിമ, സഫൂറ സർഗാർ, ആസിഫ് ഇക്ബാൽ തൻഹ, ഇങ്ങനെ നിരവധി പേരുണ്ട്. പലർക്കുമെതിരെ UAPA ചുമത്തപ്പെട്ടു. പലരും ജയിലിലടയ്ക്കപ്പെട്ടു. ജാമ്യവും ന്യായമായ വിചാരണയും പോലും നിഷേധിക്കപ്പെട്ടു. ഡൽഹി കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന, കലാപശ്രമം, നിയമവിരുദ്ധമായ കൂട്ടം കൂടൽ, ഇങ്ങനെ പോകുന്നു UAPAയ്ക്ക് കീഴിൽ ഉമർ ഖാലിദിനെതിരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ.
ഉമർ ഖാലിദും ഷർജീൽ ഇമാമും രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നവരാണ്, ഇവർ ജാമ്യം അർഹിക്കുന്നില്ല എന്നായിരുന്നു ഇരുവരുടെയും ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഒരിക്കൽ ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞത്. മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞതുകൂടി ഈ ഘട്ടത്തിൽ ഓർത്തുപോവുകയാണ്. Whether bail should be granted or whether bail should be refused depends on the facts of a particular case. If the trial is not going to conclude in the immediate future or the near future, it's an added reason for the grant of bail apart from the presumption of innocence. The court, as the apex judicial institution, does value personal liberty. അതായത് സമീപ ഭാവിയിൽ പ്രസ്തുത കേസിന്റെ വിചാരണ അവസാനിക്കാൻ പോകുന്നില്ലെങ്കിൽ അത് ജാമ്യം അനുവദിക്കുന്നതിന് ഒരു പ്രധാന കാരണമായി കണക്കാക്കാമെന്ന്. പക്ഷെ ഉമർ ഖാലിദിന്റെയും മറ്റു പല രാഷ്ട്രീയ തടവുകാരുടെയും കേസിൽ ഈ പരിഗണന എവിടെയും കണ്ടിട്ടില്ല. ജയിലിൽ നിന്നെഴുതിയ ലേഖനത്തിന്റെ അവസാനത്തിൽ ഉമർ ഖാലിദ് എഴുതിയ വാക്കുകളോട് ചേർത്ത് തന്നെയാണ് ചോദിക്കാനുള്ളത്. 5 വർഷം പൂർത്തിയായിരിക്കുന്നു. ഉമർ ഖാലിദിന്റെ മോചനത്തിന് ഇനിയും എത്ര നാൾ കാത്തിരിക്കണം?